SNDP കോളേജ് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ അനുവദിച്ചത് താൻ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോഴാണെന്ന് വെള്ളാപ്പള്ളി നടേശനെ ഓർമ്മപ്പെടുത്തി മുൻ വിദ്യാഭ്യാസ മന്ത്രി നാലകത്ത് സുപ്പി. കോളേജിന്റെ പേരിൽ മലപ്പുറം ജില്ലയെ കുറ്റപ്പെടുത്തുമ്പോൾ 9 വർഷം ഭരിച്ച പിണറായി സർക്കാർ അനുവദിച്ചത് എന്തെന്നുകൂടി വെള്ളാപ്പള്ളി വ്യക്തമാക്കണമെന്ന് നാലകത്ത് സുപ്പി പറഞ്ഞു. വെള്ളാപ്പള്ളിയുടെ വാദങ്ങളുടെ മുന്നയൊടിക്കുന്ന സത്യമാണ് UDF സർക്കാരിന്റെ കാലത്ത് പെരിന്തൽമണ്ണയിൽ നാലകത്ത് സുപ്പി വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ അനുവദിച്ച SNDP കോളേജെന്ന് നജീബ് കാന്തപുരം MLAയും പ്രതികരിച്ചു. വെള്ളാപ്പള്ളി വർഗീയ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്താതെ കാത്തുനിന്നാൽ UDF സർക്കാർ വന്നാൽ കോളേജ് അനുവദിക്കാമെന്നും നജീബ് കാന്തപുരം MLA പറഞ്ഞു. മലപ്പുറത്ത് കോളേജ് അനുവദിച്ചിടാം. വെള്ളാപ്പള്ളി ഒന്ന് ഓർക്കണം, പെരിന്തൽമണ്ണയിൽ കോളേജ് അനുവദിച്ചത് എൻ്റെ കാലത്താണ്. ഞാൻ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന കാലത്താണ്, 2002. UDFുമായി സഹകരിച്ച് രൂപീകരിച്ച പിന്നാക്ക സമുദായ മുന്നണിയുടെ തലപ്പത്ത് വെള്ളാപ്പള്ളി നടേശനായിരുന്ന 2002 പെരിന്തൽമണ്ണയിൽ SNDP കോളേജ് അനുവദിച്ചത്. അന്ന് നാലകത്ത് സുപ്പി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. ഇപ്പോൾ എല്ലാം മറന്ന് വെള്ളാപ്പള്ളി കോളേജിന്റെ പേരിൽ മലപ്പുറം ജില്ലയെ അവഹേളിക്കുകയും വർഗീയ വിദ്വേഷ പ്രചരണം നടത്തുകയാണെന്നും നാലകത്ത് സുപ്പി പറഞ്ഞു. 9 വർഷം ഭരിച്ച പിണറായി സർക്കാർ എന്ത് അനുവദിച്ചു എന്നുകൂടി വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കണമെന്നും നാലകത്ത് സുപ്പി പറഞ്ഞു. SNDP കോളേജ് ആദ്യമായി അനുവദിച്ചത് മലപ്പുറം ജില്ല എന്നാണ് ആ കോളേജാണ്. SNDP കോളേജ് പെരുന്നാളിൽ അനുവദിച്ചത്. ആ കോളേജ് ഉണ്ടായിട്ടാണ് ഏത് കോളേജാണ് വെള്ളാപ്പള്ളി കോളേജിൻ്റെ പേരിൽ ഞങ്ങളെ കുറ്റം പറയുന്നത്. ഇപ്പോൾ 9 കൊല്ലമായി വെള്ളാപ്പള്ളി കാലത്ത് നടത്തിയിരുന്നല്ലോ. ഏത് കോളേജാണ് പിണറായി വിജയൻ അനുഭവിച്ചത് എന്ന് കൂടി പറയണം. മലബാറിലെ 3 ജില്ലകളിൽ തങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇല്ലെന്ന വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശത്തിനെതിരെ നജീബ് കാന്തപുരം MLAയും രംഗത്തെത്തി. ബുധനാഴ്ച പെരിന്തൽമണ്ണ SNDP കോളേജിലെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത ഫോട്ടോ സഹിതം നജീബ് കാന്തപുരം MLA ഫേസ്ബുക്കിൽ കുറിച്ചു. വെള്ളാപ്പള്ളിയുടെ വാദങ്ങളുടെ മുനയൊടിക്കുന്ന സത്യമാണ് പെരിന്തൽമണ്ണയിലെ SNDP കോളേജെന്ന് നജീബ് കാന്തപുരം MLA പറഞ്ഞു. പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ തന്റെ മുൻഗാമി നാലകത്ത് സുപ്പി വിദ്യാഭ്യാസ മന്ത്രി ആയിരിക്കുമ്പോൾ SNDP കോളേജ് അനുവദിച്ചതിൽ അഭിമാനമുണ്ടെന്നും നജീബ് കാന്തപുരം MLA പറഞ്ഞു. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ വാദങ്ങളുടെയും മുനയൊടിക്കുന്ന ഒരു കാര്യമാണ് പെരിന്തൽമണ്ണയിലെ SNDP കോളേജ്. ഈ SNDP കോളേജിന് പ്രത്യേകത കൂടിയുണ്ട്. ശതാബ്ദി ആഘോഷത്തോടനുബന്ധമായി SNDPയുടെ രൂപീകരണത്തിൻ്റെ ശതാബ്ദി ആഘോഷത്തോടനുബന്ധമായിട്ടാണ് ഈ കോളേജ് പെരിന്തൽമണ്ണയിൽ ആരംഭിക്കുന്നത്. 2002 ആ കോളേജിന് അനുവാദം കൊടുക്കുന്നതും അതിൻ്റെ എല്ലാവിധ സഹായം നൽകുന്നതും അനുവദിക്കുന്നതും ഒക്കെ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി നാലകത്ത് സുപ്പി സാഹിബാണ്. എനിക്ക് വലിയ പ്രൗഡായിട്ട് എനിക്ക് പറയാൻ സാധിക്കുന്ന ഒരു കാര്യം, സൂപ്പി സാഹിബിനെ പോലെയുള്ള ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്നുവെച്ചാൽ ഈ നിയോജക മണ്ഡലത്തിലെ എൻ്റെ മുൻഗാമിയായിട്ടുള്ള ഒരു MLA, അദ്ദേഹം മന്ത്രിയായിരിക്കെയാണ് SNDPക്ക് ഈ ഒരു കോളേജ് കൊടുത്തത് എന്നതുകൂടി അഭിമാനകരമാണ്. പിണറായിക്കും അമിത്ഷായ്ക്കും ഒരേ അടുപ്പിൽ നിന്നും വെള്ളാപ്പള്ളി ദോശ ചുടുന്നത് കേരളത്തിൽ വേവില്ല. വർഗീയ വിദ്വേഷ പ്രസംഗം നടത്തുന്നത് വെള്ളാപ്പള്ളി അവസാനിപ്പിക്കണം. പകരം കാത്തുനിന്നാൽ UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ കോളേജ് തരാമെന്നും നജീബ് കാന്തപുരം MLA പറഞ്ഞു. ഇത്തരത്തിലുള്ള വർഗീയതയും ഇത്തരത്തിലുള്ള വിഭാഗീയതയും വിദ്വേഷവും വെറുപ്പും ഒക്കെ പ്രചരിപ്പിക്കുന്നതിന് പകരം വെള്ളാപ്പള്ളിയോട് പറയാനുള്ളത്, നിങ്ങൾ കുറച്ചുകൂടി കാത്തിരിക്കൂ. 10 വർഷം കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ഒന്നും തന്നില്ലല്ലോ CPM. പക്ഷേ 2002 ഞങ്ങൾ തന്നു, വീണ്ടും ഞങ്ങൾ അധികാരത്തിൽ വരാൻ പോവാണ്. വെള്ളാപ്പള്ളി അടക്കമുള്ള ആളുകൾ SNDPയും അതുപോലെ തന്നെ മറ്റു പിന്നോക്ക വിഭാഗക്കാർക്കും എല്ലാം ഏത് തരത്തിലുള്ള സഹായവും മലപ്പുറം ജില്ലയിൽ ഞങ്ങൾ തരാം. നിങ്ങൾ വന്നോളൂ. നിങ്ങൾക്ക് എത്ര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങാൻ ആഗ്രഹമുണ്ടോ അതെല്ലാം വളരെ മനോഹരമായി തുടങ്ങാനുള്ളൊരു മണ്ണ് മലപ്പുറത്തുണ്ട്. ഞങ്ങൾ സ്വാഗതം ചെയ്യാണ്. അതിനുള്ള മനസ്സ് വെള്ളാപ്പള്ളിക്ക് ഉണ്ടായാൽ മതി. ഇപ്പോൾ പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ പിണറായി വിജയന് വേണ്ടിയും അമിത്ഷാക്ക് വേണ്ടിയും ഒരേ അടുക്കളയിൽ നിന്നാണ് ദോശ ചുടുന്നത്. അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അത് കേരളത്തിൽ വേവാൻ പോകുന്ന കാര്യവുമല്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ വർഗീയത അച്ഛനും മകനും ചേർന്ന് ഒരേ അടുക്കളയിൽ നിന്ന് ചുട്ടുകൊണ്ടിരുന്നാൽ അത് കേരളം എങ്ങനെ പ്രതികരിക്കുമെന്ന് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് ബോധ്യപ്പെടുത്തിയ കാര്യമാണ്. അതേസമയം കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റായ ഏലംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുസ്ലിം ലീഗിലെ ഷഹീന മോൾ തന്റെ ആദ്യ ഔദ്യോഗിക പരിപാടിയിൽ പങ്കെടുത്തത് SNDP കോളേജിന്റെ NSS ക്യാമ്പിലായിരുന്നു. പെരിന്തൽമണ്ണ SNDP കോളേജിന്റെ NSS ക്യാമ്പ് കുന്നക്കാവ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടന്നത്. ക്യാമ്പിന്റെ സമാപന പരിപാടി ഉദ്ഘാടനം ചെയ്ത ഷഹീന മോൾ
വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പെരിന്തൽമണ്ണ. എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.